കാർ ക്ലീനിങ് സീരീസിലെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഫോം വാഷും എഞ്ചിൻ റൂം ക്ലീനിങ്ങും ആണ് കാണാൻ പോകുന്നത്. കാർ ഫോം വാഷ് ചെയ്യാനായിട്ട് ഷൈനെക്സ് പ്രോയുടെ ഫോം സ്പ്രേയറും ഇത്രയും സാധനങ്ങളുമാണ് ഞാൻ എടുത്തത്. ഫോം സ്പ്രേയർ ജാറിൽ 1.5 ലിറ്ററോളം വെള്ളം എടുത്ത് ഷാമ്പു മിക്സ് ചെയ്യാൻ പറ്റും. അതിൽ തന്നെ എന്റെ മെഷർമെന്റ് സ്കെയിൽ കൊടുത്തിട്ടുണ്ട്. ഞാനതിൽ 1 ലിറ്റർ വെള്ളമാണ് ഷാമ്പു മിക്സ് ചെയ്യാനായിട്ട് എടുത്തത്. വെള്ളത്തിലേക്ക് ഒഴിക്കാൻ 20 ml ഷാമ്പു ആണ് ഞാൻ ക്യാപ്പിലേക്ക് എടുത്തത്. ഷാമ്പു ഞാനെടുത്ത് ജാറിലെ വെള്ളത്തിലേക്ക് ഒഴിച്ചു. വെള്ളവും ഷാമ്പുവും നന്നായിട്ട് മിക്സ് ആവാനായിട്ട് ജാറ് നന്നായിട്ട് ഷേക്ക് ചെയ്തു. സ്പ്രേയറിന്റെ അടപ്പിൽ കാണുന്ന ഈ സ്വിച്ച് പിടിച്ച് ഞെക്കുമ്പോഴാണ് ഫോം ജാറിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. ഫോം കണ്ടിന്യൂസ് ആയിട്ട് ജാറിന്റെ പുറത്തേക്ക് വരണമെങ്കിൽ ആ സ്വിച്ച് പിടിച്ചിങ്ങനെ ലോക്ക് ചെയ്താൽ മതി. ഇനി നന്നായിട്ട് ഫോം ഉണ്ടാവണമെങ്കിൽ ജാറിന്റെ അകത്ത് നല്ല പ്രഷർ വേണം. അതിനായിട്ട് സ്പ്രേയറിന്റെ മണ്ടയിലുള്ള ലിവർ പിടിച്ചതുപോലെ പമ്പ് ചെയ്യണം. അതിനുശേഷം ഫോം വാഷ് ചെയ്യാനായിട്ട് വണ്ടി ഞാൻ കുറച്ച് ഫ്രണ്ടിലേക്ക് എടുത്തിട്ടു. പിന്നെ ഞാൻ വണ്ടിയിലേക്ക് ഫോം സ്പ്രേ ചെയ്തു. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഫോം വരുന്നുണ്ട്. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഇതുപയോഗിച്ച് നമുക്ക് ബൈക്കും കഴുകാം കേട്ടോ. അതിനുശേഷം മൈക്രോ ഫൈബർ ഡസ്റ്റർ ഗ്ലൗസ് ഉപയോഗിച്ച് ഫോം അത്രയും തേച്ച് പിടിപ്പിച്ചു. ടയർ ക്ലീൻ ചെയ്യാനായിട്ട് ടയർ ക്ലീനിങ് ബ്രഷും അതുപോലെ സ്റ്റീൽ റിം ക്ലീൻ ചെയ്യാനായിട്ട് വീൽ ക്ലീനിങ് ബ്രഷും ആണ് എടുത്തത്. പക്ഷേ ഈ വീൽ ക്ലീനിങ് ബ്രഷ് അലോയ് വീലിലേക്കാണ് കുറച്ചും കൂടെ നല്ലത്. പിന്നെ ഒരു വാട്ടർ ട്യൂബിലൂടെ വെള്ളം ഒഴിച്ച് ഫോം മൊത്തം വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞു. പിന്നെ ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത് എടുത്ത് വണ്ടിയിലെ വെള്ളം മൊത്തം വൈപ്പ് ഔട്ട് ചെയ്ത് കളഞ്ഞു. അടുത്ത മെയിൻ ടാസ്ക് എന്ന് പറയുന്നത് എഞ്ചിൻ റൂം ക്ലീനിങ് ആണ്. പക്ഷെ അത് ക്ലീൻ ചെയ്യാൻ എനിക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. എന്തായാലും ആ ഒരു ശ്രമത്തിനായിട്ട് ഞാൻ എടുത്തത് മിഷലിന്റെ ഹെവി ഡ്യൂട്ടി ഡീക്രീസർ ആണ്. ആദ്യത്തെ എന്റെ പരിപാടി ബോണറ്റിന്റെ അടിഭാഗവും അതുപോലെ എഞ്ചിൻ റൂമും ഒക്കെ ഡ്രൈ ഡസ്റ്റിംഗ് ആയിരുന്നു. അതിനുശേഷം ഡീക്രീസർ എടുത്ത് ബോണറ്റിന്റെ അടിഭാഗത്തും എഞ്ചിൻ റൂമിലും ഒക്കെ സ്പ്രേ ചെയ്തു. പിന്നെ ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത് എടുത്ത് ബോണറ്റിന്റെ അടിഭാഗവും എഞ്ചിൻ റൂമും ഒക്കെ തുടച്ച് വൃത്തിയാക്കി. എന്നെ കൊണ്ട് കഴിയുന്നതൊക്കെ ഞാൻ എഞ്ചിൻ റൂം ക്ലീൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും എക്സ്പേർട്ടുകൾ ചെയ്യുന്ന അത്രയും വരത്തില്ലെങ്കിലും അത്യാവശ്യമൊക്കെ വൃത്തിയായിട്ടുണ്ടാവും. വണ്ടിയുടെ എഞ്ചിൻ റൂം ക്ലീൻ ചെയ്ത അതേപോലെ തന്നെ വണ്ടിയുടെ ഫ്യൂൽ ഓപ്പണിംഗ് ഞാൻ ക്ലീൻ ചെയ്തു. അടുത്ത ടാസ്ക് വണ്ടിയിൽ വിൻഷീൽഡ് വാഷർ ഒഴിക്കലായിരുന്നു. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഹ്യുണ്ടായിൽ സർവീസിന് എടുത്തപ്പോൾ അവര് തന്നതാണ്. അവരുടെ സർവീസ് മോശമായിരുന്നെങ്കിലും ഈ സാധനം ഫ്രീ ആയിട്ട് കിട്ടി. വണ്ടിയുടെ വൈപ്പർ ടാങ്ക് തുറന്ന് അതിലേക്ക് ഞാൻ വാഷർ ഒഴിച്ചു. പിന്നെ ഒരു വാട്ടർ ട്യൂബിലൂടെ അതിന്റെ അകത്ത് വെള്ളവും നിറച്ചു. അതിനുശേഷം വണ്ടിയുടെ ഗ്ലാസ്സിലേക്ക് ഞാൻ വെള്ളം ചീറ്റിച്ചു നോക്കി. വാഷറും വെള്ളവും കൂടെ മിക്സ് ആയിട്ട് സ്മൂത്ത് ആയിട്ട് തന്നെ വരുന്നുണ്ട്. വണ്ടിയിൽ എലിയുടെ വിളയാട്ടമായതുകൊണ്ട് പെസ്റ്റ് റിപ്പല്ലന്റ് പിൽസും കൂടെ ഞാൻ ഉപയോഗിച്ചായിരുന്നു. അതിൽ ഒരെണ്ണം ഞാൻ വണ്ടിയുടെ ഡാഷ്ബോർഡ് ഡ്രോയറിലും പിന്നെ ഒരെണ്ണം ബൂട്ട് സ്പേസിലും വെച്ചു. പക്ഷെ 2 ദിവസം വണ്ടിക്കകത്ത് ആള് കയറാതായപ്പോ ആ പെസ്റ്റ് റിപ്പല്ലന്റ് പില്ലിനെ തന്നെ എലി കടിച്ചു മുറിച്ചിട്ടു. ഈ എലി ഇതിന്റെ അകത്ത് താമസക്കാരനാണെന്ന് തോന്നുന്നു. ഞാൻ ഈ വിഗ്രഹം വെച്ച് കീഴടങ്ങി. പക്ഷെ അങ്ങനെ കീഴടങ്ങാൻ ഞാൻ തയ്യാറല്ല. എന്തായാലും ഒരു ദിവസം ഞാൻ ഈ എലിയെ പുകച്ച് പുറത്തേടിക്കും. കാർ ക്ലീനിങ് ട്രയലോജി ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്തേക്കണേ. മറ്റൊരു അവസരത്തിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. ബൈ.